നമസ്കാരം. മിക്ക ആൾക്കാരും പറയും ഈ പൊളിറ്റിക്സ് എനിക്ക് താല്പര്യമില്ല, പൊളിറ്റിക്സ് നമ്മുടെ ഒരു വിഷയമേ അല്ല, മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ പൊളിറ്റിക്സാണ് നമ്മുടെയൊക്കെ ജീവിതം. ജീവിതം തന്നെ രാഷ്ട്രീയം. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരണത്, മെനിഞ്ഞാന്ന് രാത്രി ഈ മലപ്പുറം ജില്ലയിലെ വഴിക്കടവ് ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായി. ഒരു 15 വയസ്സുള്ള കുട്ടി മീൻ പിടിക്കാൻ പോയപ്പോൾ കാട്ടിൽ ഷോക്കേറ്റ് മരിച്ച്. അത് പന്നിക്ക് വെച്ച കെണിയായിരുന്നു. ഈ കെണി എന്ന് പറഞ്ഞാൽ സാധാരണ സ്വകാര്യ വ്യക്തികൾ അവരുടെ കൃഷി സംരക്ഷിക്കാൻ ചിലപ്പോൾ ഷോക്ക് കൊടുത്തിട്ടുള്ള വേലി രാത്രി ഓണാക്കി ഇടലുണ്ട്. പക്ഷേ ഇവിടെ വനമേഖല, അവിടെ ഇപ്പോൾ ആരുടെയും ഭൂമിയൊന്നുമില്ല. അപ്പോൾ ഒരു വൃത്തികെട്ട മനുഷ്യൻ അവിടെ പന്നിക്കണി വെച്ച ഇറച്ചി ആവശ്യത്തിന് പന്നിനെ കെണിയിൽ പെടുത്തിയിട്ട് അത് വിൽക്കണ ആളാണെന്നാണ് ഇപ്പോൾ അവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ പറയണത്. ഏതായാലും ആ കുട്ടി പോയി. ഒപ്പമുള്ള 2 കുട്ടികൾക്ക് പരിക്കും പറ്റി. കുട്ടീൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടൊരു മന്ത്രി പറയാണ്, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കൊഴിപ്പിക്കാൻ വേണ്ടി ഇത് ക്രിയേറ്റ് ചെയ്തതാണെന്ന് സംശയമുണ്ട്. ഒരു മന്ത്രിയാണ് ആ പറയണത്. അതായത് ഈ സംഭവം വഴിക്കടവിൽ അറിയണ നേരത്തെ തന്നെ മലപ്പുറത്ത് പ്രകടനം നടത്തിയെന്ന് കോൺഗ്രസ്സുകാർ. വഴിക്കടവിൽ അറിയുന്ന ഒരു കാര്യം മലപ്പുറത്ത് അതേ മിനിറ്റിൽ അറിയാനുള്ള സംവിധാനമുള്ള ഒരു കാലമാണിത്. പക്ഷേ മന്ത്രി ഇത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കോഴിക്കോട് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? ഇതൊന്നും സംശയം, ഒരു വിവാദത്തിന് തിരികൊളുത്ത്, അത് പെൺവാണിബോ അല്ലെങ്കിൽ പെണ്ണിനെ ഫോൺ വിളിച്ചിട്ട് കേസിൽ പെടുന്ന അങ്ങനത്തെ കേസല്ല. ഇതൊരു കുട്ടി 15 വയസ്സിൽ മരണപ്പെട്ടിട്ട് ആ ഗ്രാമം മുഴുവൻ കരഞ്ഞുകൊണ്ട് അവൻ്റെ സഹപാഠികൾ, ടീച്ചേഴ്സ്, ഇവരൊക്കെ ബോഡിക്ക് വേണ്ടി കാത്തു നിൽക്കണം. ആ നേരത്താണ് ഈ വൃത്തികെട്ടൊരു മനുഷ്യൻ ഇങ്ങനത്തെ ഒരു വിവാദം. ഇവർ ഈ നാറിയ രാഷ്ട്രീയത്തിനുള്ളതാണ് ഈ കുട്ടികളുടെയൊക്കെ ജീവിതം. വേറെ എന്തൊക്കെ കാര്യം പറയാം ഇവർക്ക്? ഒരു മിനിറ്റെങ്കിലും ആ കുടുംബത്തിനെ പറ്റി ഒരു ആലോചിച്ചോ? അതിൻ്റെ മാതാപിതാക്കളെ പറ്റി ആലോചിച്ചോ? കോലം പിടിച്ചും കൊണ്ട് TV-ക്കാർ അത് ഇന്നലെ രാത്രി ചർച്ചയാക്കുകയാണ്. എന്താണ് ഒരു ചാമക്കാല അങ്ങനത്തെ കുറച്ച് വൃത്തികെട്ട നേതാക്കന്മാരൊക്കെ വിളിച്ചിരുത്തിട്ട് ഈ വിഷയം ന്യായീകരിക്കുക, സംശയ ദൂരീകരണം. അപ്പോൾ ഒരു DYFIൻ്റെ നേതാവ് ചിലപ്പോൾ സാധ്യതയുണ്ടാവും. അപ്പോൾ ഇവനത് നിഷേധിക്കുക. ഇനി ചിലപ്പോൾ ഇന്ന് നേരം വെളുക്കുമ്പോൾ ആ കുട്ടീൻ്റെ മൃതദേഹമൊക്കെ മറവ് ചെയ്തു. ചിലപ്പോൾ ആ കുട്ടീൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തും ചെല്ലും, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചിട്ട്. അതിനും മടിക്കൂല ഇവിടുത്തെ വൃത്തികെട്ട TV-ക്കാർ. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞാലിക്കുട്ടി, ഇതേപോലെ ചാമക്കാല കോൺഗ്രസ് നേതാക്കൾ സർക്കാർ സ്പോൺസേഡ് മർഡർ, സർക്കാർ സ്പോൺസർ ചെയ്ത കൊലപാതകമാണിത്. കാട്ടിൽ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടെങ്കിൽ അതുമ്പോൾ കറണ്ട് കട്ട് വലിച്ചാലൊന്നും ഇപ്പോൾ KCB-ക്കാർക്ക് അവിടെ പോയി ഇരിക്കാൻ പറ്റില്ല, വനപാലകർക്ക് പറ്റില്ല. അപ്പോൾ ഈ മന്ത്രി പറഞ്ഞ ന്യായം എന്താണ്? ആ പഞ്ചായത്തിലെ ഈ സംഭവം നടന്ന വാർഡ് കോൺഗ്രസ്സുകാരൻ്റെ വാർഡാണ്, അയാൾ വൈസ് പ്രസിഡൻ്റാണ്. ഈ പന്നിനെ കെണി വെച്ച ആൾ കോൺഗ്രസ്സാണ്. ഈ പോലീസ് വിചാരിച്ച 1 മണിക്കൂർ കൊണ്ട് തെളിയുന്ന കാര്യമാണ്. ഇവൻ ഇങ്ങനത്തെ ഈ പന്നിനെ ഇറച്ചിക്ക് വേണ്ടി പിടിച്ച് വിൽപ്പന നടത്തുന്ന ഒരാളാണോ എന്ന് അന്വേഷിച്ചാൽ അറിയാലോ. അല്ല, ഇന്നൊരു ദിവസം മാത്രമായിട്ട് ഈ കുട്ടികൾ പോണ കണ്ടിട്ട് കറണ്ടിൻ്റെ വയറ് അവിടെ വലിച്ച് കുട്ടികളെ അപകടപ്പെടുത്തിയ സംഭവം മാത്രമുള്ള അവിടെ നടന്ന് 1 മണിക്കൂർ കൊണ്ട് പോലീസിനെ അറിയും ഈ കുട്ടികളതിൽ വരുമെന്നും. അത്ര ലെങ്ത്തിൽ ലൈൻ വലിച്ചൊക്കെ ഈ കുട്ടികളെ അപകടത്തിൽ പെടുത്തും എന്നൊക്കെ പറയുമ്പോൾ അതൊരു ക്രിയേറ്റ് ചെയ്തൊരു സംഭവമാണെങ്കിൽ എങ്ങനെയായാലും മനസ്സിലാവും, ഒരു സംശയം വേണ്ട. കാരണം ഇവൻ്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെ അന്വേഷിച്ചാൽ മതി. പോലീസുകാരങ്ങനെയാണ്, ഇവൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഏതൊരു വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ടാണ് ആദ്യം അന്വേഷിക്കുക. ഇവനിങ്ങനത്തെ ആക്ടിവിറ്റീസ് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണോ, ഇത് അബദ്ധത്തിൽ കുട്ടികൾ വന്നതിൽ പെട്ടാണെന്ന് ഇല്ല, ഈ കുട്ടികളെ ലക്ഷ്യം വെച്ചാണ് ഈ സംഭവം ചെയ്തതെന്നൊക്കെ പോലീസ് വിചാരിച്ചാൽ കിട്ടും. അപ്പോൾ ഈ മന്ത്രി എന്താ ചെയ്യേണ്ടത്? ഈ പോലീസിനോട് ഇത് രഹസ്യമായിട്ട് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് 1 മണിക്കൂർ കൊണ്ട് അവർ തെളിവ് ശേഖരിച്ച് മന്ത്രിക്ക് കൊടുത്താനേ.
എന്നിട്ടത് മന്ത്രി പറയുകയാണെങ്കിൽ സപ്പോർട്ടാണ്, തെളിവ് സഹിതം. പക്ഷെ ഇത് രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്ത്. എന്നിട്ട് മന്ത്രി പറഞ്ഞു CPM പ്രവർത്തകർ ഇത് അന്വേഷിക്കുന്നു. പിന്നെ കേരള പോലീസ് മൂഞ്ചാനാണ് ഇവിടെ ഇരിക്കുന്നത്. പ്രവർത്തകരാണ് ഇത് അന്വേഷിക്കുന്നത്. ഇതിൽ ഗൂഢാലോചന തെളിയിക്കാൻ പ്രവർത്തകർ ഇറങ്ങുന്നു. ഗോവിന്ദനെ ഇതിലും ഫസ്റ്റ് സപ്പോർട്ട് ചെയ്ത് ഒരു തോട്ടിക്കൂടി പോയതൊക്കെ പൂളാന്ന് പറഞ്ഞാൽ അത് പിന്നെ വരണവും പറഞ്ഞ ഈ സംശയം. ഒരു മിനിറ്റെങ്കിലും ആ കുടുംബത്തിന് ആരെങ്കിലും ഓർത്തോ? ഒരു 10 വോട്ടിനും വേണ്ടി എന്ത് വൃത്തികെട്ട അധമ കളിയും കളിക്കും ഈ നരാധമന്മാർ. അത് കോൺഗ്രസും കൊള്ളാം, LDFും കൊള്ളാം.